സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ അവസാനത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ 7 ജില്ലകളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 70.91% ആണ് പോളിംഗ് നടന്നിട്ടുള്ളത്. വോട്ടിംഗ് നടന്നിട്ടുള്ളത് 70.91%. അപ്പോൾ നേരത്തെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലായിരുന്നു പോളിംഗ് ശതമാനം. 8% പോളിംഗ് ശതമാനം കുറവാണ് ഈ പ്രാവശ്യം നടന്നത്. ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു താല്പര്യക്കുറവാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. എന്തായാലും ശരി, ജനങ്ങൾ കുറേശ്ശെ രാഷ്ട്രീയത്തിലോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. കൂടുതലും പങ്കിളിക്കഥകളിലും പെണ്ണ് കേസുകളിലുമാണ് ആളുകൾക്ക് താല്പര്യമേറി വരുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ അവരവരുടെ സമ്മതിദാന അവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അത് വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അപകടമെന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും ഇല്ലാതാവും. കാരണം ഇപ്പോൾ പണ്ട് RSS എന്നും ബജ്രംഗദളെന്നും BJP എന്നും പറയുന്ന ഒരു സൈസ് ക്യാൻസർ രോഗം എന്നുള്ള രീതിയിലായിരുന്നു ജനങ്ങൾ കണ്ടിരുന്നത്. ഇന്നെന്ന് പറയുന്നത് അതൊരു രോഗമല്ലാതായി. ഇന്നിപ്പോൾ പരസ്യമായിട്ടാണല്ലോ RSS എന്ന് പറയും. മറ്റേത് RSS എന്നൊക്കെ പറയുമ്പോൾ ഒരു ചമ്മലായിരുന്നു. അത് ഒളിച്ചു വെച്ചൊക്കെയാണ് അവർ കൊണ്ടുനടന്നത്. ചിലരൊക്കെ RSSന്റെ പ്രകടനം പരസ്യമായിട്ട് നടത്തുമ്പോഴത്തേക്ക് മുഖമൊക്കെ മറച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതെല്ലാം മാറി. കാരണം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് RSS, BJP, സംഘപരിവാർ ശക്തികളാണ്. അപ്പോൾ ഈ സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് അതിൽ ആവശ്യം പോലെ 10, 40, 50 സംഘടനകളുണ്ട്. ഹിന്ദു സംഘടന, അത് വീര്യം കുറഞ്ഞവരും വീര്യം കൂടിയവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും വർഗീയ സംഘർഷം ഉണ്ടാക്കുക, ജാതീയമായ വേർതിരിവ് ഉണ്ടാക്കുക, നാട്ടിൽ അക്രമവും വിപ്ലവവും ഉണ്ടാക്കുക, ആളുകളെ വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, ഏതെങ്കിലും സമുദായത്തെ ആക്ഷേപിക്കുക, അവർ ഭീകരന്മാരാണെന്ന് പറയുക, അതെല്ലാം ഈ സംഘപരിവാർ ശക്തികൾ സമയാസമയങ്ങളിൽ അവരുടെ നേട്ടം എങ്ങനെയാണ് അതിനനുസരിച്ച് അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യ സേനാനികൾ മരണപ്പെട്ടിട്ടുണ്ട്. 16 ലക്ഷത്തോളം. അത് കൂടുതലും എന്ന് പറഞ്ഞാൽ 99% മതേതര ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയത്, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ 16 ലക്ഷം പേരുടെ ജീവൻ ബലി കൊടുത്തിട്ടാണ്. നമുക്ക് എന്തിനു വേണ്ടിയാണ് ബലി കൊടുത്തത്? നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും കളിയാടാനും നമ്മളെല്ലാം സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് ജീവിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അതിന് തുലവും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഈ സംഘപരിവാർ ശക്തികൾ. ഇപ്പൊ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, കൃസംഗി എന്ന് പറഞ്ഞ്, കാസ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ശ്രമിക്കുന്നതെന്ന് പറയുന്നത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പച്ചയായ മനുഷ്യർ, സാധാരണ മനുഷ്യർക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വർഗീയതയോട് താല്പര്യമില്ല. ഇവരിങ്ങനെ 24 മണിക്കൂറും കേരളത്തിൽ ഇപ്പോൾ ചാനലുകൾ എന്ന് പറയുന്ന കൂടുതലും സംഘികളുടെയും കൃസംഗികളുടെയും കയ്യിലാണ്. അവർക്ക് ആവശ്യം പോലെ ഫണ്ടും കിട്ടുന്നുണ്ട്. അവർ അതിനനുസരിച്ച് ഓരോ ദിവസവും ആവശ്യത്തിനനുസരിച്ച് അവർ വർഗീയത പറയുകയും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ ശക്തമായ സർക്കാർ സംവിധാനം ഉണ്ടാവുകയും ഇങ്ങനെയുള്ള ചാനലുകളെയും ഇങ്ങനെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നവരുടെയും പേരിൽ കേസെടുക്കുകയും അങ്ങനെയുള്ള ചാനലുകൾ പൂട്ടാനുള്ള, നിർത്തിവെക്കാനുള്ള, അതൊക്കെ അതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനവും സർക്കാർ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വർഗീയ വിഷം വെച്ച് നമ്മുടെ നാടിനെ ഛിന്ന ഭിന്നമാക്കും, നമ്മുടെ ഐക്യമില്ലാതാക്കും, നമ്മുടെ സഹോദര്യ സ്നേഹമില്ലാതാക്കും, നമ്മുടെ സൗഹാർദ്ദമില്ലാതാക്കും. അതിന്
വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്തായാലും ശരി, നമ്മൾ പറഞ്ഞു പോയതെന്ന് പറയുന്നത് ആ കാര്യമല്ല, നമ്മുടെ ഇലക്ഷന്റെ കാര്യമാണ്. എന്തായാലും ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ അവനവന്റെ വോട്ടവകാശം, സമ്മതിദാന അവകാശം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. ഇനിയിപ്പോ നാളെയാണ് അവസാനത്തെ ലാപ്പ്. അവസാനത്തെ 7 ജില്ലകളുടെ പിന്നെ സമ്മതിദാനാവകാശം നാളെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നാളെയും കൂടെ കഴിഞ്ഞാൽ ആളുകള് സമാധാനമായിട്ട് ചിലപ്പോൾ ഉറങ്ങാൻ കഴിയും. എന്തായാലും ഒരു ദിവസം റെസ്റ്റാണ്. ശനിയാഴ്ച ഇടന്ന് രാവിലെ തൊട്ട് റിസൾട്ട് വരും. അതുവരെ എല്ലാവരും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നാലും, BJP മുന്നണി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും BJPക്ക് ചില സ്ഥലങ്ങളിൽ പ്രതീക്ഷയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല അവർ കാര്യമായതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ പണമൊക്കെ ഇറക്കി ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയായാലും കേരളത്തിൽ ഒരു കളി കളിക്കണമെന്നാണ് അവരുടെ ആഗ്രഹവും അവരുടെ തീരുമാനവും. അതിനുവേണ്ടി എത്ര ലക്ഷം വേണമെങ്കിലും അവർ ചെലവഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും കഴിയുന്നത്ര ഇതിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇപ്പോ ഒരുപാട് റിട്ടയർ ചെയ്ത IAS-കാരും IPS-കാരും ഒക്കെ ഇങ്ങനെ അതിലോട്ട് ചേക്കേറുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അതൊന്നും പണ്ട് വർഗീയതയെ ഒരു പുച്ഛത്തോടു കൂടി കണ്ടിരുന്നവർക്കൊക്കെ ഇന്നിപ്പോ വർഗീയത പറയാനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം പല ആൾക്കാരും എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തായിരുന്നാലും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്ന കുറച്ച് ആൾക്കാരെല്ലാം ഇപ്പൊ BJP-യിൽ കയറുന്നുണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം. കാരണം അവർക്ക് എന്തെങ്കിലും അധികാരത്തോടുള്ള താല്പര്യമാണ്. അധികാരം എന്ന് പറയുന്നത് മനുഷ്യനെ ദുഷിപ്പിക്കുമെന്നാണ് പിന്നെ പഴഞ്ചൊല്ല്. അത് മാത്രമല്ല, കനകം മൂലം കാമനി മൂലം നാട്ടിൽ പലവിധ കുഴപ്പമുണ്ടാവുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് നാട്ടിൽ കുഴപ്പമുണ്ടാവുന്നത്. എല്ലാം ഏതിന്റെയും ഇതെന്ന് പറയുന്നത് അവസാനം ചെന്ന് ചേർന്നിരിക്കുന്നത് തന്നെ ഒന്നുകിൽ പണം അല്ലെങ്കിൽ പെണ്ണ്. ഇത് 2 കേസാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിഷയമാക്കപ്പെടുന്നതും കേരള രാഷ്ട്രീയത്തിലെ മാത്രമാണ്. എന്തായാലും അപ്പൊ നാളത്തോടു കൂടി, നാളെ ഒരു 6-6:30-7 മണിയോട് കൂടി തന്നെ പിന്നെ പോളിംഗ് ഒക്കെ അവസാനിക്കും. ഇപ്പോഴും തന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഇങ്ങനെയുള്ള എല്ലാ ജില്ലകളുടെയും പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ പാർട്ടികളും കൂട്ടുകയും കിഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും പിന്നെ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. UDF-ന് മേൽക്കൈ കിട്ടുമെന്ന് അവരും, LDF-ന് മേൽക്കൈ കിട്ടുമെന്ന് അവരും, കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കുമെന്ന് BJP-യും അങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ നാളത്തെ പിന്നെ ഇലക്ഷനാണ് കൂടുതലായിട്ട് ടൈറ്റ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. കാരണം മലപ്പുറവും കാസർഗോഡും കണ്ണൂരും ടൈറ്റ് ആയിരിക്കും. പാലക്കാടും ടൈറ്റായ ഇലക്ഷനാണ് വരുന്നത്. ടൈറ്റായിട്ടാണ്, അതായത് പിന്നെ കട്ടയ്ക്ക് നിൽക്കുകയാണെന്നാണ് പറയുന്നത് എല്ലാവരും. 2 മുന്നണികളും. BJPക്ക് പ്രതീക്ഷ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, ചില പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും കണ്ണൂര്, മലപ്പുറം UDF-ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ജില്ലയാണ്. അവിടെ മത്സരം എന്ന് പറയുന്ന 2 മുന്നണികൾ തമ്മിലാണ് മലപ്പുറത്ത്, LDF-ഉം UDF-ഉം. ചില അസാരസ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നാളത്തെ പിന്നെ വോട്ടിംഗ് കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം പൊതുവെ കുറവായിരുന്നെങ്കിൽ കേരളത്തിൽ ഇവിടെ 7 ജില്ലകളിൽ നടന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതലായിരുന്ന എറണാകുളം ജില്ലയും ഏറ്റവും കുറവായിരുന്ന പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ നാളെ മിക്കവാറും ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കാൻ സാധ്യത മലപ്പുറം ജില്ലയിലായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പാലക്കാടും കണ്ണൂരും ഒട്ടും പിറകിൽ പോകില്ല. ചിലപ്പോൾ കണ്ണൂരായിരിക്കാനാണ് സാധ്യത. എന്തായാലും നാളത്തോടു കൂടി ഇലക്ഷന്റെ ഇതങ്ങ് തീരും. പിന്നെ ഒരു ദിവസം റെസ്റ്റ്. ശനിയാഴ്ചയോടുകൂടി റിസൾട്ടുകൾക്ക് അറിയാൻ കഴിയും. അതുവരെ നമുക്ക് കാത്തിരിക്കണം. പല ചാനലുകളും ഇങ്ങനെ ബഡായികൾ പറയുന്നുണ്ട്, അവിടെ ഇവർ പിടിക്കുന്നു, ഇവരെ പിടിക്കുന്നു. ആര് പിടിച്ചാലും സാധാരണ ജനങ്ങൾക്ക് നന്മ ചെയ്യണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ നന്മയ്ക്കും വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരവാദികളും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനായി. എല്ലാവർക്കും പിന്നെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.